വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയേണ്ടത് ശ്യാം ദേവരാജ്, അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യം വന്നിരിക്കുകയാണ്. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഡിഫാക്ടോ കംപ്ലൈന്റിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സെഷൻസ് കോടതി ചോദിക്കുന്നു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരു വാദവും ഇല്ല എന്ന കാര്യമാണ് കോടതിയിൽ അഭിഭാഷക വ്യക്തമാക്കുകയും ചെയ്തത്. അഭിഭാഷക ടി.ബി. മിനി വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിഭാഗം വിജീഷിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദാണ് ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത്. കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്ന കാര്യമാണ്. അത് മാത്രമല്ല, പ്രതികൾക്ക് അനുകൂലമായ നിരവധിയായ ഘടകങ്ങളുണ്ട് എന്ന കാര്യം കൂടി, ശിക്ഷാവിധിയിന്മേൽ കുറഞ്ഞ ശിക്ഷ നൽകണം, പ്രതികൾക്ക് അനുകൂലമായ നിരവധിയായ ഘടകങ്ങളുണ്ടെന്ന കാര്യം കൂടി കോടതിയിൽ അഭിഭാഷകൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പം ലേബി സജിന്ദ്രനുമുണ്ട്. ലേബി സജിന്ദ്രൻ, നടിയുടെ അതിജീവിതയുടെ അഭിഭാഷക ഉണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദം മാത്രമാണുള്ളത് എന്നതുകൂടി വ്യക്തമാവുകയല്ലേ? തീർച്ചയായും അതിജീവിതയുടെ അഭിഭാഷക അക്കാര്യം കോടതിക്ക് മുൻപിൽ വെച്ച് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ഇന്നത്തെ കോടതി നടപടിക്രമങ്ങളിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് മറ്റ് ഇടപെടൽ നടത്താനാകില്ല, അതിന് നിയമപരമായ പരിമിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ മറ്റൊന്നും ബോധിപ്പിക്കാനുള്ള സാഹചര്യമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇല്ല എന്നുള്ള മറുപടി അഭിഭാഷക പറഞ്ഞിട്ടുണ്ടാകുക. അതിനു മുൻപ് അവർക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടാണ്, കോടതി വളപ്പിനുള്ളിൽ വെച്ച് പറഞ്ഞിട്ടാണ് കയറിയത്. ഇപ്പോൾ വിജീഷിന്റെ അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് മുഹമ്മദാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം കോടതി ആരാഞ്ഞത്. അഡ്വക്കേറ്റ് ടി.ബി. മിനി അതിജീവിതയുടെ അഭിഭാഷക ഇല്ല എന്ന് മറുപടിയും നൽകി. വിധി സമൂഹത്തിന് മാതൃകയാകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ കുറ്റവാളി ഇപ്പോഴും കോടതിയുടെ ശിക്ഷാപരിധിയിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രധാന പരാതിയായി ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ കോടതിയെ ഇതുവരെ ധരിപ്പിച്ചതും ഇക്കാര്യം തന്നെയാണ്. നേരത്തെ ഈ 6 മുതൽ 7, 8, 9, 10 പ്രതികളെ വിട്ടയച്ച സമയത്ത്, ദിലീപ് അടക്കമുള്ള പ്രതികളെ വിട്ടയച്ച സമയത്ത് യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ നേരത്തെയും പറഞ്ഞത്. അക്കാര്യം തന്നെയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അനുകൂല സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗം ഓരോരുത്തരായി കോടതിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിൽ യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അത് തീർച്ചയായും ഇവർ മാത്രമല്ല. ഈ ഇപ്പോൾ സാഹചര്യത്തിന്റെ തെളിവനുസരിച്ച് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നൽകിയ തെളിവിന്റെ അഭാവത്തെ തുടർന്ന് വിട്ടയച്ചിട്ടുള്ളതായിരിക്കണം ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ എന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷന്റെ അഭാവം കൊണ്ടായിരിക്കാമെന്നുള്ള ആരോപണം ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അപ്പീൽ പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നത്.